ചട്ടിപ്പറമ്പിലെ ഇന്റർനാഷണൽ ഷോട്ടോക്ക് ആൻഡ് കരാട്ടെ സെൽഫ് ഡിഫൻസ് അക്കാദമി വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അക്കാദമിയുടെ കീഴിലുള്ള ഇന്റർ ഡോജോ ടൂർണമെന്റാണ് ഒരുക്കിയത്. ഇന്റർനാഷണൽ ഷോട്ടോക്ക് ആൻഡ് കരാട്ടെ സെൽഫ് ഡിഫൻസ് അക്കാദമി ഇന്റർ ഡോജോ ടൂർണമെന്റ് അക്കാദമിയുടെ കീഴിലുള്ള വിവിധ ഡോജോകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ടൂർണമെന്റ് നടത്തി. അക്കാദമിയുടെ കീഴിലുള്ള ഇന്റർ ഡോജോ ടൂർണമെന്റാണ് നടത്തിയത്. ഡോജോകളിലെയും വിവിധ സ്കൂളുകളിലെയും കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തിയ ടൂർണമെന്റ് ഏറെ ശ്രദ്ധേയമായി. റവന്യൂ മലപ്പുറം ഇന്ദിര പ്രിയദർശൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു കരാട്ടെ വിദ്യാർത്ഥിക്ക് 2000 കാര്യം സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ടാവുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി 1 മണിക്കൂറെങ്കിലും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അതിലാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. അല്ലാതെ നിങ്ങളൊരു പേരിന് ആരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല, നിങ്ങളെല്ലാവരും വെള്ളം തിളങ്ങി നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും 1 മണിക്കൂർ ഡെയിലി വീട്ടിൽ നിന്ന് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി, ബാക്കി എത്ര സമയം നമ്മൾ 24 മണിക്കൂറും കഷ്ടപ്പെടുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്, മൊബൈലിൽ നോക്കുന്നുണ്ട്, എന്തെല്ലാം വിനോദങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് ബോഡിക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി 1 മണിക്കൂർ നിങ്ങൾ ഇതിൽ ചെലവഴിക്കണം എല്ലാവരും. അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഉപദേശിക്കാനുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നാലും ജില്ലാ ഭരണകൂടവും ഒക്കെ നടന്നു പോകുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ നടത്തുന്നുണ്ട്, വിവിധങ്ങളായ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇതൊരു ലഹരിയാണ്. അപ്പോൾ ഞാനൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയ സമയത്ത് എന്റെയൊക്കെ പഞ്ചായത്തിൽ അന്ന് സർക്കാർ ഇതുപോലെ കരാട്ടെ പരിശീലനം കൊടുക്കാം, തൈക്കാണ്ടോ പരിശീലനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിനറെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വിഭാവനം ചെയ്യും. ആ പ്രോജക്റ്റിൽ നിന്ന് ട്രെയിനർക്കുള്ള സാലറി ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഞാൻ അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം പല വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ചട്ടിപ്പറമ്പ് ഡോജോ, പാലാണി ഡോജോ, പറമ്പിലങ്ങാടി ഡോജോ, കോട്ടക്കൽ മുളിയംകുന്ന് ഡോജോ, ആംസ് ഫിറ്റ് ഡോജോ, പറപ്പൂർ ഡോജോ, പനങ്ങാങ്ങര ഡോജോ, ആട്ടീരി ഡോജോ, വെന്നിയൂർ ഡോജോ, വയലത്തൂർ ഡോജോ തുടങ്ങിയ ഡോജോകളും PKM UP സ്കൂൾ ആൽപ്പറ്റക്കുളമ്പ്, PMSA-MA ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മങ്കടവ്, ALP സ്കൂൾ പുഴക്കാട്ടി, നായാടിപ്പാറ GUPS കോട്ടക്കൽ, സെന്റ് ജമ്മാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം, AMLP വറ്റല്ലൂർ, AUPS കുറുവ, AMUPS കുറ്റിത്തറമ്മൽ എന്നീ സ്കൂളുകളിലെ പ്രഗത്ഭരായ കുട്ടികളാണ് പരിപാടിയിൽ മാറ്റുരച്ചത്. നിങ്ങൾക്ക് കോച്ച് ഉണ്ടാവും, റഫറീസ് ഇരിക്കുന്നുണ്ടാവും, നിങ്ങളെ രക്ഷിതാക്കളുണ്ടാവും. അതൊന്നുമല്ല നിങ്ങളെ വിഷയം. ആ മൂവ്മെന്റ് ഷാർപ്പാവണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കംപ്ലീറ്റ് ശ്രദ്ധ നിങ്ങൾ ചെയ്യുന്ന മൂവ്മെന്റിൽ മാത്രമായിരിക്കണം. അതിന്റെ യഥാർത്ഥ ആ സ്പീഡ്, താളത്തിൽ, ആ റിതത്തിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ ക്രിയ നിങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. പങ്കെടുത്ത കുട്ടികളിൽ ഭൂരിഭാഗവും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. ടൂർണമെന്റിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് ലെവൽ ടൂർണമെന്റ്, ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെന്റ്, അസോസിയേഷൻ ലെവൽ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും വലിയ വിജയം കരസ്ഥമാക്കാനും സാധിക്കും.
ഒരുപാട് സീനിയർ കരാട്ടെ മാസ്റ്റേഴ്സ് മുഴുവൻ പങ്കെടുത്ത പരിപാടി ടൂർണമെന്റിനെ മികവുറ്റതാക്കി. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതുപോലെ നല്ല നല്ല അധ്യാപകരുടെ കീഴിൽ പഠിക്കാനുള്ള കരാട്ടെ പോലുള്ള ആയോധന കലകൾ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല വസ്ത്രമുണ്ട്, നല്ല നല്ല വിദ്യാലയങ്ങളുണ്ട്, നല്ല അധ്യാപകരുണ്ട്. പക്ഷേ നമ്മളിൽ പല കുട്ടികൾക്കും കിട്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. കാരണം ഒരു സംഭവത്തെ അഭിമുഖീകരിക്കാനുള്ള ഫേസ് ചെയ്യാനുള്ള ഒരു മനഃശക്തി അതില്ല. അത് നിങ്ങൾക്ക് കിട്ടും. എവിടെ നിന്ന് കിട്ടും? ഇതുപോലുള്ള അധ്യാപകരുടെ കീഴിൽ, ഇതുപോലുള്ള ഡോജോയിൽ നല്ല നല്ല ഇൻസ്ട്രക്ടർമാരുടെ കീഴിൽ കിട്ടും. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.